കേന്ദ്ര സർക്കാരിൻ്റെ കടൽ ഖനന നയത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പാർലമെൻറ്റ് പ്രതിഷേധ മാർച്ച് ദില്ലിയിൽ ജന്തർ മന്ദറിലാണ് പാർലമെൻറ്റ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ഇടത് UDF MP-മാരും തീരദേശ മണ്ഡലങ്ങളിൽ നിന്നുള്ള MLA-മാരും പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുന്നു ദില്ലിയിൽ നിന്ന്. അബ്ദുൾ റഷീദ്, ഈ പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചോ? അതായത് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ കടൽ ഖനന പദ്ധതിക്കെതിരെയുള്ള മത്സ്യത്തൊഴിലാളികൾ ട്രേഡ് യൂണിയന്റെയും അതോടൊപ്പം സംസ്ഥാനത്തു നിന്നുള്ള നിരവധി MP-മാരുടെയും ഇടതുപക്ഷ MP-മാരുടെയും നേതാക്കന്മാരുടെയും തൊഴിലാളികളുടെയും നേതൃത്വത്തിലുള്ള ജന്തർ മന്ദർ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരള ഹൗസിൽ നിന്നും റാലിയായാണ് ഇപ്പോൾ ജന്തർ മന്ദറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തു നിന്നുള്ള നിരവധി MP-മാരും അതോടൊപ്പം MLA-മാരും തീരദേശ മേഖലകളിലുള്ള MLA-മാരൊക്കെ തന്നെയും പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്. എന്തായാലും കടൽ ഖനന പദ്ധതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പൂർണ്ണമായും പിന്മാറണം എന്ന ഒരു ലക്ഷ്യമാണ് ഈ സമരത്തിന് പിന്നിലുള്ള. എന്തായാലും ഏത് തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പോലും അത് ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറില്ല എന്ന ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് എല്ലാ നേതാക്കന്മാരും ഉള്ളത്. നമുക്ക് കാണുന്ന പോലെ തന്നെ NK പ്രേമചന്ദ്രൻ, അതോടൊപ്പം MLA വിചന്ദ്രൻ, അതോടൊപ്പം ബെന്നി ബെഹനാൻ, TN പ്രതാപൻ തുടങ്ങി നിരവധി നേതാക്കൾ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും കേരള ഹൗസിൽ നിന്നും ഇപ്പോൾ ജന്തർ മന്ദിറിലേക്ക് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചിരിക്കുന്നത്. ജന്തർ മന്ദിറിൽ വെച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും സംസ്ഥാനത്തു നിന്നുള്ള പ്രത്യേകിച്ചും തീരദേശ മേഖലകളിൽ നിന്നുള്ള നിരവധി മത്സ്യത്തൊഴിലാളികളും അതോടൊപ്പം മത്സ്യത്തൊഴിലാളി ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ആണ് ഇപ്പോൾ സമരത്തിൽ അണിനിരക്കുന്നത്. എന്തായാലും ഈ പദ്ധതിയിൽ നിന്നും കേന്ദ്രം പിന്നോട്ട് പോകണം, അല്ലെങ്കിൽ പിന്നോട്ട് പോകുന്നത് വരെ ഈ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്ന ഉറച്ച തീരുമാനം തന്നെയാണ് ഇപ്പോൾ ഈ സമരക്കാർ ഒന്നടങ്കം ഉദ്ദേശിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന തലത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ BJP സർക്കാരിൻ്റെ ഈ നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ ദില്ലിയിൽ ജന്തർ മന്ദറിൽ ഇപ്പോൾ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നത്. ശരത്ത്, റഷീദ്, ഇതിൽ ഈ വളരെ പ്രധാനപ്പെട്ട രാജ്യം ഉറ്റുനോക്കുന്ന വളരെ വലിയ സമരമാണ്. കേരളം തന്നെയാണ് അതിനും മുൻകൈ എടുക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ കടൽ മണൽ ഖനനം എന്നുള്ളതാണ്. അതിനെതിരായിട്ടുള്ള വളരെ യോജിച്ച പ്രക്ഷോഭമാണ് നമ്മളിപ്പോൾ ദില്ലിയിൽ കാണുന്നത്. ജന്തർ മന്ദറിലേക്ക്, കേരള ഹൗസിൽ നിന്നും ജന്തർ മന്ദറിലേക്കുള്ള കേരളത്തിൻ്റെ അതിശക്തമായ പ്രതിഷേധത്തിൻ്റെ ആ തത്സമയമാണ് നമ്മൾ വിവരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ തീരമേഖലയ്ക്ക് വേണ്ടി യോജിച്ച പോരാട്ടമാണ് നടക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ മുദ്രാവാക്യം വിളികളുമായി PP ചിത്തരഞ്ജൻ MLA കാണാം, NK പ്രേമചന്ദ്രൻ MP, ബെന്നി ബെഹനാൻ MP, TN പ്രതാപൻ, TJ ആഞ്ചലോസ് അടക്കം നേതാക്കളൊക്കെ ഇപ്പോൾ ആ നിരയിലുണ്ട് എന്നതുകൂടിയാണ് അബ്ദുൾ റഷീദ് സൂചിപ്പിച്ചത്. മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൽ നിന്ന്, കൊല്ലത്ത് നിന്നൊക്കെ അടക്കം മത്സ്യത്തൊഴിലാളികൾ, CITU മത്സ്യത്തൊഴിലാളി മേഖലയിലെ CITU പ്രവർത്തകരൊക്കെ, അതുപോലെ തന്നെ MLA-മാർ, മറ്റ് ജനപ്രതിനിധികൾ, ആ മേഖലകളിൽ നിന്ന് ഉള്ളവരൊക്കെ ഇപ്പോൾ ഈ സമരത്തിന് എത്തിയിട്ടുണ്ട്. ജന്തർ മന്ദറിലേക്ക് കേരള ഹൗസിൽ നിന്ന് ആരംഭിച്ച് ജന്തർ മന്ദറിൽ ബാരിക്കേഡുകൾ വെച്ച് ആ ജാഥയെ അവിടെ തടഞ്ഞിട്ടുണ്ട്. പ്രതിഷേധ മാർച്ചിനെ ആ സമര കേന്ദ്രത്തിൽ അവർ എത്തിയിരിക്കുകയാണ്. ജന്തർ മന്ദറിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. റഷീദ്, ഇപ്പോൾ അബ്ദുൾ റഷീദ് ലൈനിലുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ സമരം അല്ലെങ്കിൽ ഈ മാർച്ച് ജന്തർ മന്ദറിൽ എത്തിയിരിക്കുകയാണോ? ഇപ്പോൾ സമരം കേരള ഹൗസിൽ നിന്നും റാലിയായി നടത്തുന്ന ഇപ്പോൾ ജന്തർ മന്ദർ ഇവിടെ വെച്ചാണ് ശക്തമായ കേന്ദ്ര സർക്കാരിന് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ മത്സ്യത്തൊഴിലാളി ട്രേഡ് യൂണിയനും അതോടൊപ്പം സംസ്ഥാനത്തെ വിവിധ നേതാക്കളും എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സമരത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പിന്നോട്ടില്ല എന്ന നിലപാട് തന്നെയാണ് ഉറച്ച നിലപാട് തന്നെയാണ് നേതാക്കന്മാരൊക്കെ തന്നെയും ഉള്ളത്. നമുക്കറിയാം, കടലിൽ നിന്നും ധാതു ലവണ മണൽ ഖനനം ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി കടുത്ത വിമർശനങ്ങൾ നേരത്തെ തന്നെ നേരിടുകയാണ്. ഇതിന് ഭാഗമായി ഗുജറാത്ത്, ആൻഡമാൻ, നിക്കോബാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും അതോടൊപ്പം കേരള തീരക്കടലിൽ നിന്നും ആഴക്കടലിൽ നിന്നും ഇത്തരത്തിൽ ഈ ധാതു ലവണങ്ങൾ ഒഴിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് സംസ്ഥാനം ഒട്ടാകെ സാക്ഷ്യം വഹിച്ചതാണ്. ഇതിന്
ഈ നയത്തിനെതിരെ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ദില്ലിയിലെ ജന്തർ മന്ദിറിലേക്ക് ഒന്നടങ്കം രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് എല്ലാ നേതാക്കന്മാരും എല്ലാ ട്രേഡ് യൂണിയനുകളുടെയും ഭാഗമായി ഇപ്പോൾ സമരം ആരംഭിച്ചിരിക്കും. എന്തായാലും ഇപ്പോൾ ഈ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ ജന്തർ മന്ദിറിൽ എത്തിയിരിക്കുകയാണ്. ശരത്ത്, ഏതായാലും റഷീദ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ, അബ്ദുൾ റഷീദ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ കേരള ഹൗസിൽ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ ജന്തർ മന്ദറിൽ എത്തിയിരിക്കുകയാണ്. അവിടെയാണ് പ്രതിഷേധ യോഗം ചേരുക. ഇതിൽ വളരെ ശക്തമായി രാജ്യത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ കടൽ മണൽ ഖനനം എന്നുള്ളതിൻ്റെ ഏറ്റവും അപകടകരമായ തലങ്ങൾ ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്ന സംസ്ഥാനം കേരളമാണ്. കേരളം ആ നിലയിൽ വളരെ മുൻപ് തന്നെ, കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് തന്നെ കേരള സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട വിയോജിപ്പുകൾ കേന്ദ്ര മൈനിങ് സെക്രട്ടറിയെ തന്നെ, കാന്തറാവുവിനെ തന്നെ അറിയിച്ചിരുന്നു. അതിനുശേഷം ഒഡീഷയിൽ നടന്ന യോഗത്തിൽ അതിശക്തമായി കേരളത്തിൻ്റെ ആശങ്കയും എതിർപ്പും അറിയിച്ചതിനെ തുടർന്നാണ് ഇതിൽ പാരിസ്ഥിതിക പഠനമാകാം എന്ന ഒരു നിർദ്ദേശം, ഒരു താല്പര്യം, അല്ലെങ്കിൽ ഒരു അനുമതി, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ആ യോഗത്തിൽ അവിടെ ഉണ്ടായത്. അങ്ങനെ ഇത് വലിയ വിവാദമാകുന്നു. എല്ലാവരും ഈ വിഷയം അറിയുന്ന ഘട്ടത്തിന് മുമ്പ് തന്നെ കേരള സർക്കാർ 3 തലങ്ങളിലായി 3 തവണയായി ഈ വിഷയങ്ങളിൽ ശക്തമായി ഇടപെട്ടതിനെ തുടർന്നാണ് പാരിസ്ഥിതിക പഠനമാകാം എന്ന നില പോലും ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞ ദിവസം സഭയിലടക്കം ഇതിൽ കേരളത്തിൻ്റെ ഒരു പൊതുവായ വികാരം പ്രമേയമായി തന്നെ സർക്കാർ അവതരിപ്പിച്ചു. മറുഭാഗത്ത് തീരദേശ ഹർത്താൽ, ഈ പറഞ്ഞ സംഘടനകളെല്ലാം ചേർന്ന് കോർഡിനേഷൻ കമ്മിറ്റി, മത്സ്യത്തൊഴിലാളി രംഗത്ത് പ്രവർത്തിക്കുന്ന യൂണിയനുകളെല്ലാം അവരുടെ കോർഡിനേഷൻ കമ്മിറ്റി നേരത്തെ ഒരു തീരദേശ ഹർത്താൽ നടത്തിയിരുന്നു. സംസ്ഥാന നിയമസഭ ഇക്കാര്യത്തിൽ അതിശക്തമായി ഇടപെട്ടു. മുൻപ് പലതവണ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ കേരളത്തിൻ്റെ ആശങ്കകൾ, എതിർപ്പ് രേഖാമൂലം അറിയിച്ചിരുന്നു. അങ്ങനെ മുൻപ് നടത്തിയ ഇടപെടലുകളുടെ തുടർച്ചയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയിലാണ് പുതിയ പരിപാടികൾ. ദേശീയ തലത്തിലേക്കും കേരളത്തിൻ്റെ സമരം വ്യാപിപ്പിക്കുക എന്ന യോജിച്ച തീരുമാനമാണ് ഇതിന് പിന്നിലുള്ളത്. മത്സ്യത്തൊഴിലാളി മേഖലയിലെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ CITU ഉണ്ട്, INTUC ഉണ്ട്, AITUC ഉണ്ട്. ഇവരെല്ലാവരും ചേർന്നുള്ള യോജിച്ച ഒരു സമരമാണ് ദില്ലി ജന്തർ മന്ദറിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അവിടേക്ക് ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന സമയമാണ്. പാർലമെൻറ്റ് അംഗങ്ങളായിട്ടുള്ളവർ എത്തുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള MLA മാർ എത്തിയിട്ടുണ്ട്, ട്രേഡ് യൂണിയൻ നേതാക്കൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ K. സുധാകരൻ, NK പ്രേമചന്ദ്രൻ, ബെന്നി ബെഹനാൻ, PP ചിത്തരഞ്ജൻ, TN പ്രതാപൻ, ഇവരെല്ലാം നമ്മൾക്ക് കേരളത്തിൻ്റെ ഈ സമരത്തിൽ കാണാം. കേരള സർക്കാർ വളരെ ശക്തമായി ഇടപെട്ടതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോൾ സമരവുമായി ട്രേഡ് യൂണിയനുകൾ, മത്സ്യമേഖലയിൽ നിലനിൽക്കുന്ന ആളുകൾ ഇപ്പോൾ ഈ സമരവുമായി വന്നിട്ടുള്ളത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കേരളം 3 ഘട്ടങ്ങളിലായി ശക്തമായ എതിർപ്പ് അറിയിക്കുന്ന നില വന്നു. രാജ്യത്ത് ആ എതിർക്കുക എന്ന ഈ കാര്യത്തിലുള്ള അതിശക്തമായ എതിർപ്പ് കേന്ദ്രത്തിന് മുമ്പിൽ അവതരിപ്പിച്ച സംസ്ഥാനം അത് കേരളമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാരിസ്ഥിതിക പഠനമാകാം എന്ന് കേന്ദ്രം അതിനുള്ള ഒരു തയ്യാറായത്, സന്നദ്ധമായതും അതേ തുടർന്നാണ്. ഏതായാലും ഒരു തലത്തിലും കേരളത്തിൻ്റെ സംസ്ഥാനങ്ങളുടെ ഈ നോട്ടിക്കൽ മൈൽ, കേരളത്തിന് അനുവദനീയമായ അധികാര പരിധിക്കും അപ്പുറം ആഴക്കടലിലാണ് മൈനിങ്ങിന് അനുമതിയും കാര്യങ്ങളും നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര തീരുമാനത്തെ ആ നിലയിൽ തന്നെ എതിർത്ത് അത് തിരുത്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ സമരം ദില്ലിയിൽ നടക്കുന്നത്.